അങ്ങനെ സ്നേഹം പറിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടർ ഡ്രേക്കിന് അൻവിനൊന്നും പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല, അൻവിനൊരു തേങ്ങയും പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല എന്ന് പറിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ഡ്രേക്കിനായിട്ട് അൻവിനൊരു വീഡിയോ പുട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ടു മൈ അനദർ വീഡിയോ. ദിസ് ഈസ് മിസ്റ്റർ ഷാനു ഇൻ ഷാനു സ്റ്റോക്ക്. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. അളിയാ ഇങ്ങനെ ഇരുന്നാ പോരാ, എന്തായാലും കനത്ത് ചെയ്യണം അളിയാ. റീച്ച് വരണം, സ്നേഹം പറക്കണം. നമ്മൾ സൊസൈറ്റി നെഗറ്റീവ് ഉള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പോരാ, പിന്നെ പോസിറ്റീവ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണോ? യെസ്, സമൂഹത്തിൽ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, കാശുള്ളവരെ എല്ലാരും നമ്മൾ ടാർഗറ്റ് ചെയ്യും. ഫുൾ ഓഫ് തുടക്കം തന്നെ ഒരു സ്കിറ്റുമായിട്ടാണ് അൻവിൻ ഡോക്ടർ ഡ്രേക്കിന് എതിരെയുള്ള അല്ലെങ്കിൽ ഡോക്ടർ ഡ്രേക്കിന് മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ പുട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഫീൽ ലൈക്ക് എ സ്കിറ്റായിട്ട് തോന്നില്ല, ശരിക്കുള്ള കണക്ക്. ഒരുത്തവിടെ ഗ്യാസിന്റെ പിടിച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ട്, പറ്റില്ല അവരെ കാണിക്കണം ഹക്കീമിനെ ഗ്യാസിന്റെ പിടിച്ചോണ്ടിരിപ്പുണ്ട്. സ്നേഹം പറിക്കട്ടെ, സ്നേഹം മാത്രം പറിക്കട്ടെ, ഗ്യാസിന്റെ കറക്കി ഇരിപ്പുണ്ട്. നമ്മളിനി ആരെ പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ഓൾറെഡി 2-3 ക്രിമിനൽസിനെ പറഞ്ഞോണ്ട് നമ്മളിനി ആരെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ക്രിമിനലായിട്ട് എടുക്കും. സത്യമാണ്, എനിക്ക് അറിയാം ഇതിങ്ങനെ വരണമായിരുന്നു. എനിക്ക് നേരത്തെ അറിയാം അൻവിന്റെ അവസ്ഥ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമെന്ന്, ഇല്ലെങ്കിൽ എനിക്ക് അൻവി മിണ്ടായിരിക്കുമെന്ന് ഉണ്ടായിരിക്കണ കാര്യം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ കനത്തിൽ കൊടുക്കാനാണെന്ന് മനസ്സിലായി. ഇപ്പൊ ഈ അൻവിനെ എടുത്തിട്ട് ട്രോളിയന്മാരൊക്കെ എന്തരായി ഇനിയിപ്പൊ ഡോക്ടർ ട്രാക്കിനെ എടുത്തിട്ട് ട്രോളാൻ പോവില്ലേ? എക്സ്പോസിങ് ഞാനില്ല, എന്റെ അക്കൗണ്ട് പാനാ. നമ്മൾ ഓൾറെഡി ക്രിമിനൽസിനെ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ആരെ കാണിച്ചാലും ക്രിമിനൽസ് ആണെന്ന് വിചാരിച്ചോളൂ. അതിപ്പോ ഫേക്ക് അലിഗേഷൻസ് കൊടുത്താലും ആൾക്കാർ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. നമ്മൾ അലിഗേഷൻസ് എടുത്തിയാൽ ആ പ്രൂഫ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ സോറി പറയും, സ്നേഹം മറക്കട്ടെ, സ്നേഹം മാത്രം മറക്കട്ടെ. എല്ലാ സെറ്റ്, ഞാളെ മാത്രം കിട്ടിയാൽ മതി. ആളെ റെഡിയാ. ഇവനെ ട്രിഗർ ചെയ്യാം നമുക്ക്. ഇവന്റെ കാശൊന്നും ഇല്ല നമുക്ക് പറയാം. അവൻ കാശുണ്ടെന്ന് പറഞ്ഞു വന്നാ നോണയാണെന്ന് പറയും, ഇല്ലെങ്കിൽ അവന്റെ ആകെ 5 കോടി രൂപ ഉള്ളൂ നമ്മൾ പറയും. അവൻ തെളിയിക്കാൻ പറ്റിയാലോ? എങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ, അവനായിട്ട് തന്നെ അവന്റെ ഫണ്ട് എത്രയാണെന്ന് കാണിക്കട്ടെ. അപ്പൊ നമുക്ക് പറയാം, അയ്യേ ഇത്ര ഉള്ളൂ. യെസ്, എന്റെ കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെയും അതിന് മുമ്പത്തെ കൊല്ലത്തെയൊക്കെ വരുമാനം ഞാൻ കാണിച്ചു തരാം. മറ്റേ പീഡഫൈൽ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു, പീഡഫൈല അങ്ങനെ പറയണ്ടായിരുന്നു. പീഡക കേസിലെ പ്രതി പീഡഫൈൽ എന്ന് പറയണ്ടായിരുന്നു. പിന്നെ 17 വയസ്സുള്ള പെങ്കൊച്ചിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് തന്നെ പിന്നെ പീഡഫൈൽ എന്നല്ലാതെ എന്തെന്ന് പറയും? എന്തെന്ന് പറയും? അത് സത്യമാണ്, അന്വേഷണം സത്യമാണ്. പീഡഫൈൽ എന്നല്ലാതെ എന്തെന്ന് പറയും? പിന്നെ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റിപ്ലൈ വീഡിയോ, ഇറ്റ്സ് ലൈക്ക് ഇത് എനിക്കിത് പേഴ്സണൽ അല്ലായിരുന്നു. ഡോക്ടർ ട്രാക്ക് പറഞ്ഞു എനിക്കിത് പേഴ്സണൽ അല്ല അൻവിനായിട്ടുള്ള സാധനം. പക്ഷെ അൻവിൻ ഇതെല്ലാം പേഴ്സണലായിട്ട് കൊടുത്തപ്പോ വെച്ച് കൊടുത്ത് 11 മാസം കൊണ്ട് ഞാൻ റിട്ടയർ ആയ കമ്പനി ആ ചെറിയൊരു വൃദ്ധസദനം 2023 ഉണ്ടാക്കിയത് ഏകദേശം 729,160 പൗണ്ട്സാണ്. അതുപോലെ തന്നെ 2024 ഉണ്ടാക്കിയത് 1.7 മില്യനും, ഏകദേശം ഇന്ത്യൻ റുപ്പി 21 കോടി വരും. ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിക്കിൽ കൊടുക്കാൻ പറ്റുന്ന റെക്കോർഡാണ്. പക്ഷേ നിങ്ങൾക്ക് വിശ്വസ്തതയുള്ള, എനിക്ക് വിശ്വസ്തതയുള്ള ആൾക്കാരെ, അതായത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത് വന്ന് വെരിഫൈ ചെയ്ത് നിങ്ങളോട് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ മറ്റേ ചേട്ടൻ പറഞ്ഞ മറ്റേ രണ്ടാമത്തെ അക്കൗണ്ട് സോപ്പുമ്പത് ഉണ്ടാക്കുന്ന കമ്പനി ഓട്ടോസ്പ എക്സ്പ്രസ്, അതിന്റെ അക്കൗണ്ട്സ് ഇപ്പൊ കാണിച്ചു തരാം. ചേട്ടൻ ചോദിച്ചായിരുന്നല്ലോ ആ കമ്പനിയിൽ എന്തുകൊണ്ടാണ് 0 എംപ്ലോയീസ് എന്നുള്ളത്. ആ കമ്പനി അധികം എമൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായത് 109,320 ആണ് കഴിഞ്ഞ കൊല്ലം അത് ഉണ്ടാക്കിയത്. അത് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത്രയും പൈസ ഉണ്ടാക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. ഈ 2 കമ്പനിയെ പറ്റി നിങ്ങൾ പരാമർശിച്ച, പക്ഷെ ഇതൊന്നും കൂടെ അതൊരു പേഴ്സണൽ ഇൻകം കൂടി എനിക്കുണ്ട്. ഇതായത് കണ്ടോ ഈ സംഭവം. അതിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ഉണ്ടാക്കിയതിൽ ഞാൻ പേ ചെയ്ത ടാക്സ് എമൗണ്ട് ആയത്, ഇതെന്റെ ടാക്സ് ഫയൽ റിട്ടേൺ ആണ്. ഏകദേശം ഇന്ത്യൻ റുപ്പി 16 ലക്ഷം വരും. ഞാൻ എന്റെ പേഴ്സണൽ ടാക്സ് മാത്രം അടച്ചത്. ഇതൊക്കെ ഇതേപോലെ വന്നിരുന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ പീഡഫൈൽസ് പറയുന്നത് നമുക്ക് തെളിയിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. അവന് ഇഷ്ടമില്ലാത്ത കുറച്ച് പേരെങ്കിലും കാണും. ഒരു സ്റ്റോറി അങ്ങോട്ട് പൂശാം, എക്സ്പോസ്ഡ് ഒരു ലോഡ് പ്രൂഫ് വരും. ഹലോ അതോ ചേട്ടാ, ബിഗ് ഫാൻ കൊണ. മോനെ കുറച്ച് കൊട പറഞ്ഞു തരട്ടെ ചേട്ടൻ, വീഡിയോ പറയൂ. അതിനല്ലേ മുത്തയ്യാൻ പറയൂ. പക്ഷെ ഞാനൊരു അനോണിമസ് കോളർ തന്നെ ആയിരിക്കണം എന്നാ പിടിച്ചോ. ചേട്ടാ ഈ അൻവി വന്ന് ഡിപ്പെൻഡ് യൂസിലാണ് ഉള്ളതാണോ മോനെ? ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇവിടെ വരെ ഒന്ന് എത്താൻ പറ്റുക ചേട്ടാ. ഓക്കെ മോനെ, അത് പൂശാം നമുക്ക്. ശരിക്കും സത്യം എന്തായിരുന്നു? ഞാൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടി 2-3 പേർക്ക് ഇത് ഡിഫേമേഷൻ സ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തെളിയിച്ചു തരാം ആ പെങ്കൊച്ചാരാന്നുള്ളത്. അവിടെ എന്തായാലും ഞാൻ റിവീൽ ചെയ്ത് കാണിച്ചു തരും. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്, ചേട്ടൻ എന്റെ ചേച്ചിയുടെ ഫോട്ടോസും കൂടി ഇട്ടൊന്ന് കളിച്ചായിരുന്നു, അതിനും ഞാൻ തരുന്നുണ്ട്. നിലമ്പൂരുള്ള പെങ്കൊച്ചിന്റെ ഫോട്ടോ കാണിച്ച് എന്തോ തുടക്കം വലിയായിട്ട് തള്ളി വെച്ച് ആ പെങ്കൊച്ചാരാണെന്ന് ഉടനെ റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡോക്ടർ ട്രാക്ക് എന്തിനാണ് കൊണ്ടത്. അതിനിടയിൽ അങ്ങനെ ചേച്ചിയെ കൂടെ പൊക്കി പിടിച്ചോണ്ട് വന്നത് ഈ കുടുംബത്തിന് തൊട്ട് കഴിഞ്ഞ പണി മാറും, അത് കളി മാറും, പണി കിട്ടും.
അതാണ് ഇനിയിപ്പോ കിട്ടാൻ പോണ എന്തോ വലുത് വരെ ഇരിപ്പുണ്ട്. ഞാൻ സീരിയസ്ലി ഞാൻ ഒരു കേസ് പറഞ്ഞുതരാം. അൻവിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ റീച്ച് കിട്ടും, വ്യൂസ് കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, അത് ആ ഒരു സംഭവം എൻ്റെ ആ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളും ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇപ്പോ ഡ്രാക്കണിന്റെ മൂഞ്ചി കൊണ്ട് നമുക്ക് ഡ്രാക്കണിന്റെ മൂഞ്ചലിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഇത് മാത്രം പോരാ. അവന്റെ തലയിൽ എന്തെങ്കിലും പെണ്ണേഴ്സ് വെച്ചാലോ, അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് നോക്കി നല്ല പരിചയമുള്ളതല്ലേ. റെഡിയാക്കാം. ഈശ്വര കൊളാശ് വിളിക്കുന്നു, എന്തെങ്കിലും നല്ല കൊള എനിക്കണേ. പറവനെ അൻവിന്റെ 21 വണ്ടി തള്ളാണ്. പുള്ളിക്കാകെ 2 വണ്ടിയേ ഉള്ളൂ. ഇത് പൊളിക്കും. എന്നാ ചേട്ടൻ ഇനി കേൾക്കാൻ പോകുന്നിട്ട് ഞെട്ടും. അവന്റെ വണ്ടിക്ക് അവൻ എമ്മോട്ട് അടിച്ചിട്ടില്ല. മോനെ നീ എന്നെ വീണ്ടും വീണ്ടും ഞെട്ടിപ്പിച്ചോണ്ടിരിക്കുക. സത്യത്തിൽ നീ ആരാ? ചേട്ടനെ പോലെ തന്നെ ഒരാൾ തന്നാമത് എനിക്കും ഇഷ്ടമല്ല. ചങ്ക് പൊളിയാണ്. രണ്ടാമത്തെ എക്സ്ക്യൂസ് നമുക്ക് വീഡിയോ പഠിച്ചാൽ നമ്മുടെ പിള്ളേരൊന്ന് പൊങ്കാലിട്ടെ. പിന്നല്ല വണ്ടി 21 വണ്ടികൾ അതെന്റെ വീടിന് മുന്നിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 വണ്ടി കിടപ്പുണ്ടാവും. പക്ഷേ ഈ കാണുന്ന എന്റെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, ഇത് എന്റെ വണ്ടികളുടെ ബുക്കും പേപ്പറും. അത് UK എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമ്മൾ വിറ്റതും വിൽക്കാനുള്ളതും വണ്ടികളാണ്. ഇതൊക്കെ ഞാൻ ഇതുവരെ വിറ്റിട്ടുള്ള എല്ലാ വണ്ടികളുടെ കണക്ക് മാത്രമുണ്ട്. എല്ലാം കൂടെ കൂട്ടി ഒരുപാട് വരും. ആ ഇൻകം വെരിഫൈ ചെയ്യാൻ വരുന്ന ചേട്ടൻ്റെ പുള്ളിക്ക് ഇത് കാണിച്ചു തരാം. പുള്ളി തന്നെ ഇതും പറഞ്ഞോ. പിന്നെ ചേട്ടൻ പറഞ്ഞ മറ്റേ MOT ഇല്ലാത്ത വണ്ടിയുടെ കേസ് ചേട്ടൻ ടീമോടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വണ്ടി ഗ്യാരേജിൽ കിടക്കും എൻ്റെ കൂട്ടുകാരുടെ. അത് പൈസ കൊടുക്കാഞ്ഞിട്ട് കിടക്കുകയല്ല, അത് അതിന് പാർട്സ് കിട്ടാത്തതുകൊണ്ട് കിടക്കുക. അതിന്റെ പ്രശ്നങ്ങൾ അവരെന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ട്രാക്ക് വന്ന് പുട്ടൗട്ട് എന്ന് പറഞ്ഞ് പുട്ടൗട്ട് ആയിട്ടുണ്ട്. അവൻ 21 വണ്ടിയില്ല. 21 വണ്ടിയില്ല. അവൻ 21 വണ്ടിയൊന്നും അവന്റെ കയ്യിലില്ല. അവന്റെ ഒരു വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ്. ഇരിക്കുന്ന സാധനങ്ങൾ കണ്ട അടിക്കടി കാണിച്ചുണ്ടാക്കിയല് പോരെ, തെളിവല്ലേ? നീ UK ആരെങ്കിലും പൊക്കി പിടിച്ചോണ്ടത് ചെക്ക് ചെയ്യ്. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇട്, എനിക്കടുത്ത കണ്ടാണ്. ചെല്ലി പോയി തപ്പിയിട്ട് വാ. ആട്ടോസ്പോ ബിസിനസ് തെറ്റായിരുന്നു, കുഴപ്പമായിരുന്നു. ആട്ടോസ്പോ ബിസിനസ് തെറ്റായിരുന്നുണ്ടെങ്കിൽ അങ്ങേര് കുറെ കണക്ക് കാണിച്ച് നീ കാണിച്ചു തരാൻ പറ്റിയ സ്ക്രീൻഷോട്ടും പോപ്പല്ല. അങ്ങേര് ടാബിലെടുത്ത് കാണിച്ചു തന്ന സാധനം, ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം. ആരെ വേണോ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കാം. നീ ചെക്ക് ചെയ്യാനും വറക്കാനൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒരു തെളിവും കാണിച്ചിട്ടുമില്ല. അങ്ങനെ അതേ കിടക്കല്ല, അങ്ങനെ നല്ല വൃത്തിയാ കാണിച്ച്. ഇനി എന്തിനാണ് അടുത്ത വീഡിയോയിൽ പൊക്കിയോണ്ട് വരാൻ പോണ? ക്രിപ്റ്റോ. എന്നാലും എന്റെ കൊടേശ നിനക്ക് ബ്ലൂം ബ്ലാക്ക് തമ്മിൽ തിരിച്ചറിയല്ലേ? അവന് 2 BMW ഉണ്ട്. ഇങ്ങനെ പോയി നമ്മൾ പറഞ്ഞ നുണകളെല്ലാം നുണയാന്ന് ആൾക്കാരറിയില്ലേ? ഹലോ ചേട്ടാ, ജസ്റ്റ് മിസ്. അടുത്ത ഇൻഫർമേഷൻ പക്കയാണ്. നീ പറ മോനെ. അൻവിൻ ഈസ് റെന്റഡ് റിച്ച്. What do you mean? അതെ ചേട്ടാ, കംപ്ലീറ്റ് രണ്ടാ. ആ ഇട്ടേക്കുന്ന കോട്ട് പോലും രണ്ടാ. അവന്റെ ഫാം ഹൗസ് ചേട്ടൻ അറിയോ? അതിന്റെ റെന്റ് പോലും കൊടുത്തിട്ടില്ലെന്നാ കേട്ടെ. മോനെ ടൈറ്റിൽ കിട്ടി, റെന്റഡ് റിച്ച്. ഞാൻ ചാറായി. താങ്ക്സ് കുട്ടാ. ശരിക്കും ഈ കാണുന്ന ബാങ്ക് അക്കൗണ്ട് ഇവിടെ UK എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. അതിൽ എൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് ടു ദ ഇയർ ഈസ് 155,000. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം എൻ്റെ ഇൻകവും എക്സ്പെൻസും എല്ലാം അതിനുള്ളിലുണ്ട്. ഇത്രയും പൈസ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ചിലവാക്കാമെങ്കിൽ റെന്റ് അടയ്ക്കാൻ എനിക്ക് അറിഞ്ഞൂടെ കുട്ടാ. ഇത് ആരാ കൊണ്ടോണ്ട് പറഞ്ഞേ? 10 മില്യൺ വ്യൂസും 300K ഫോളോവേഴ്സും ഒരുത്തിന്റെ മനസ്സമാധാനം കളഞ്ഞപ്പോ സന്തോഷായി. എടാ ഇതൊക്കെ എന്റെ ഒരു ഫണ്ടല്ല. ആശ കാണിച്ച വഴി ഞാൻ നടക്കുന്നത്. ആശ ഫീൽഡ് ഔട്ട് ആക്കിയത് ശിഷ്യനെ ഞാൻ അടിച്ചു കയറുന്നില്ലേ? എന്നാൽ അനമി എന്തായിരിക്കും പ്രതികരിക്കാത്തെ? ഞാൻ വല്ല പണിയും തരൂ? അവനൊന്നും ചെയ്യില്ല. ചെയ്താലും എന്റെ ഒരു സാധനമുണ്ട്. അളിയാ ഈ കമന്റ് നോക്കി പോടാ പൂച്ചയ്ക്കും പട്ടിക്കും ഉണ്ടായവരെന്ന്. നോക്കൂ ഗൈസ്, അൻവിന്റെ ടീം ബാഡ് ബാറ്റ്സ് യൂസ് ചെയ്തോണ്ടിരിക്കുക. എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ബ്രേക്ക് ഇതല്ല ഫേസ് ചെയ്യും. സ്നേഹം പരക്കട്ടെ. എങ്ങനെയുണ്ട്? പൊളിച്ചു മോനെ, വൻ ആക്ടിങ്. ആൾക്കാർക്ക് ഇനി ഒരു സഹതാപം വരും. പിന്നല്ല, ഇനി അളിന്റെ തേങ്ങ വേണ്ടപ്പല്ലോ അൽമിന്റെ മേത്ത് നോക്കൂ. ഹലോ, സെക്കൻഡ് പാർട്ട് എക്സ്ക്ലൂസീവ്. ഐ എം വെയിറ്റിംഗ് മോനെ. 3 സ്കാംസ്, 3 ബ്ലഡി സോപ്പി സ്കാംസ്. ഉള്ളതാണേലും ഇല്ലേലും ഐ എം ചാർജ്ഡ്. ഗിവ് മീ മോർ. ഓട്ടോസ്പ 20 ലക്ഷം രൂപ കൊടുത്ത് നോക്കി സ്കാം ചെയ്യുന്നു ചേട്ടാ. ഓ സ്കാമർ തെണ്ടി. തെളിവൊന്നുമില്ല, ചേട്ടാ കട്ടി കേട്ടോ. പിന്നെ ഓട്ടോസ്പാടെ 20 ലക്ഷം രൂപയുടെ സ്കാം. അതായത് ആ വണ്ടി ഞാൻ കൊടുക്കുന്നത് ഇവിടെ UK 18,000 19,000 പൗണ്ട് തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. 10-17 പേര് എൻ്റെ കൂടെ ഫ്രാഞ്ചൈസി എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവർ മുന്നോട്ട് വന്ന് പറയട്ടെ ഞാൻ എത്ര പേരുടെ ഇതുവരെ ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും എത്ര പേരെ ഇത് ഇക്വിറ്റി ചാർജ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എല്ലാവരെയും സഹായിച്ച് തന്നെ ഇവിടെ നിന്നിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. ഇതല്ലെങ്കിൽ ഇവർ കമന്റ് സെക്ഷനിൽ വന്ന് പറയട്ടെ ഓട്ടോസ്പോർട്ട് ആൾക്കാർക്ക് ചാൻസ് ഉണ്ടല്ലോ. സ്കാമാന്ന് പറയുന്ന കുണ്ണുകൾ പറഞ്ഞത് ഞാൻ കേൾക്കാൻ പോണില്ല. നെക്സ്റ്റ് ക്യാമറ വീഡിയോ ഇടാൻ എന്റെ കൈ തരിക്കുന്നു. ഗിവ് അവേ സ്കാം. ആ ബ്ലൂ മിനി കൂപ്പർ ഗിവ് അവേ ഇവന്റെ പാർട്ട്ണറാണ്. ചേട്ടാ ചുമ്മാ അതും പറഞ്ഞ് പൊലിപ്പിച്ചെങ്കിൽ തട്ടിവിട്ടത്. ആ മിനി കൂപ്പറിന്റെ വീഡിയോ സ്കാമാന്നും പറയാൻ ഒരു അല്പം ഉളുപ്പ്. അതായത് ഒരു യൂട്യൂബ് വീഡിയോ അതിൽ അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർ കൈ വെച്ചെടുത്ത വണ്ടി തന്നെയാണ്.
അതിൽ ഒരാൾ ഓട്ടോസ്പാഡ് മെമ്പർ ആണെന്നുള്ളതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് വീഡിയോയിൽ എൻ്റെ മാനേജർ മത്സരിക്കുന്നുണ്ട്, അതൊരു മാറ്റർ ആണോ? നിനക്ക് അവനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്യുന്ന പറയാം, നീ എന്തിനാ ചെയ്യുന്നേ? ബ്രോ അങ്ങനെ പ്രത്യേകിച്ച് സ്കാം ഒന്നുമില്ല. അവൻ എന്തൊക്കെയോ ബിസിനസ് ചെയ്യുന്നു. പക്ഷെ അവൻ 400 രൂപയ്ക്ക് പിള്ളേരെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. സ്കാം അല്ലേ ബ്രോ അത്? മിനിമം 5000 രൂപ വാങ്ങേണ്ട സാധനം അവൻ 400 രൂപയ്ക്ക് കൊടുത്ത് ഞങ്ങളെ നനയ്ക്കാൻ നോക്കുന്നത്. സ്കാമർ, ഞാൻ വീഡിയോ ഇട്ടിട്ട് വിളിക്കാം ബ്രോ. നമ്മൾ ആൾക്കാരെ ട്രേഡിങ് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയേക്കുന്നത് നമ്മൾ 400 രൂപയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. അതായത് ഒരു മാസം 400 ഇന്ത്യൻ റുപ്പിയ, പൗണ്ടല്ല. വ്യത്യാസം ഉണ്ടായിരുന്നു. ചേട്ടൻ പൗണ്ടൊക്കെ എടുത്ത് കുടഞ്ഞായിരുന്നു, ദാറ്റ് വാസ് ഇന്ത്യൻ റുപ്പി. പിന്നെ അത് 400 രൂപയ്ക്ക് കൊടുക്കണോ, 5000 രൂപയ്ക്ക് കൊടുക്കണോ, 50000 രൂപയ്ക്ക് കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ഇഷ്ടമല്ല ചേട്ടാ. ചേട്ടൻ എന്തിനാണ് നോക്കുന്നത്? എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും, ചേട്ടൻ ഇതുപോലെ ഇരുന്ന് കുണയ്ക്കും. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഇനി പിന്നെ കോഴ്സിന്റെ കേസ്, ഈ കോഴ്സിന്റെ കേസ് അത് ശരിയാണല്ലോ. അങ്ങനെ ഒരു സാധനം എന്തേലും പഠിപ്പിക്കണമെന്നുള്ളത്, അങ്ങനെ 400 രൂപയ്ക്ക് പഠിപ്പിക്കണം, 4000 രൂപയ്ക്ക് പഠിക്കണമെന്നൊക്കെ ഉള്ളത് അങ്ങനെ ഇഷ്ടമല്ലേ? ഇതില് ഫണ്ണി ആയിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സിൽ വരുന്ന ആൾക്കാർക്ക് സ്കാമിൽപ്പെട്ട ആൾക്കാരും വന്ന് കമന്റ് ഇടുന്നില്ല. സ്കാം ചെയ്ത് നമ്മൾ സ്കാമിൽ പെട്ടവരാണെന്നും പറഞ്ഞാൽ ആരും അവന്റെ ട്രാക്കിന്റെ വീഡിയോയിൽ വന്ന് കമന്റ് ഇടില്ല. ഒരു കമന്റ് എടുത്ത് കാനഡ ട്രാക്ക് ഈ സ്കാമിൽ പെട്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഓട്ടോസ്പോ ബിസിനസ് സ്കാം ആണെന്ന് പറഞ്ഞു. ഓട്ടോസ്പോ ബിസിനസ്സിലെ സ്കാം ആയിപ്പോയ ഏതെങ്കിലും ഒരാള് വന്ന് കമന്റ് ഇടട്ടെ? ഇല്ലല്ലോ. എല്ലാം സ്കാമാണെന്ന് ഒളിച്ച് ഓരോട്ടിരിക്കുകയാണ്. ഹ്യോമെന്ന് പറഞ്ഞ എല്ലാവർക്കും സ്കാമാണ്. അങ്ങേരെ തെളിവ് സഹിതം എടുത്ത് കാണിച്ചു അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ അങ്ങേരെ എക്സ്പോസ് ചെയ്യാൻ വന്നിട്ട് നിനക്ക് പീഡോഫൈൽ ഒരു പേരാണ് അങ്ങേരെ അടിച്ചു തന്നേക്കുന്നത്. നീയാണ് എക്സ്പോസ് ആയിട്ടിരുന്ന. മൂന്നാമത്തെ വീഡിയോക്ക് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അത് കണ്ട് അന്വിന്റെ അടുത്ത വീഡിയോ വരാൻ ഞാൻ വിചാരിച്ച് 3 വീഡിയോ കണ്ട് അന്വൻ വീഡിയോ ചെയ്യുന്നു. പക്ഷെ ഇതിപ്പോ ഭയങ്കര പെട്ടെന്ന് ചെയ്തല്ല, സ്കാമാണേ. അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ കോഴ്സ് വിൽക്കരുതെന്നാണ് ചേട്ടൻ പറയുന്നെങ്കിൽ അംബാനി സ്കൂളിൽ നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സെക്കൻഡ് പാർട്ട് സെറ്റായി. ഇല്ലാത്ത അവരാതെ പറയുമ്പോൾ മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ല. അവരിനി സത്യങ്ങളായിട്ട് വരുന്നത് നമുക്ക് ആഘോഷിക്കണം. വന്നാലും ഒരു സോറി പറഞ്ഞു കൊടുക്കാം, ഇല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ നമുക്ക് ഭീഷണിപ്പെടുത്താം. അല്ലെങ്കിൽ UK പഠിച്ചിട്ട് അവനെ പറ്റി എന്തെങ്കിലും കിട്ടിയോ? ഒന്നും ഇല്ലല്ലേ, കോണേജ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് പാർട്ടായി. ഇനി തേർഡ് പാർട്ട് എന്ന് ചെയ്യുന്ന എട്പാർന്ന് ചുമ്മാ തന്നെ തട്ടിവിടലിയാ. അവൻ വല്ല ക്രിപ്റ്റോ സ്കാമറാന്ന് പറ. അത് കൊള്ളാം. ഇനി അവൻ ബിസിനസ് ചെയ്ത് കൂട്ടിക്കണം. ചേട്ടൻ പിന്നെ ക്രിപ്റ്റോ കറൻസി അതെന്റെ തലയിൽ കൊണ്ടിടണ്ട, എനിക്ക് ക്രിപ്റ്റോ പറ്റൊന്നും അറിയത്തില്ല. ചേട്ടൻ പറയും എനിക്കറിയത്തില്ല, മറ്റേ 3 എൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ അവർ ക്രിപ്റ്റോ സ്കാം ചെയ്യാൻ പോവാന്ന് പറയും, അവർക്കും അറിയത്തില്ല. അങ്ങനെ പാർട്ട് 2 വീഡിയോ ഇറക്കി. സ്കാം അക്യൂസേഷൻ നമ്പർ 1, 2, 3 എന്നും പറഞ്ഞ് 3 സ്കാം ഇറക്കി വിട്ടു. ആ 3 സ്കാമിന്റെ തെളിവ് സഹിതം അങ്ങേര് ഉണ്ടാക്കിയ പൈസ ഉൾപ്പെടെ അങ്ങേര് കൊണ്ടുവന്നിരുന്ന് കാണിച്ച്, എന്നിട്ട് നിനക്ക് പീഡോഫൈൽ എന്ന് പറഞ്ഞൊരു പേര് വിട്ടെടുത്തു. വല്ല പഠിക്കാൻ നോക്കിയിടാ, ഇങ്ങനെ തൊലിച്ചോണ്ടിരിക്കുക ഫേക്ക് അക്യൂസേഷനും അതും ഇതും പറഞ്ഞിട്ട് കിടന്ന് വലിയ വീരാതെ അടിക്കാനായിട്ട്. എന്നിട്ട് ഇന്ന് രാവിലെ നോക്കിയപ്പോ എന്തോ കൊണകൊണാന്നും പറഞ്ഞ് വലിയ വായില് താളം വിട്ടോണ്ട് സ്റ്റോറി കിട്ടുന്നത്. ചില മൂന്നാമത്തെ വീഡിയോ എല്ലാത്തിനും വളയ്ക്കുന്നു. എന്തെങ്കിലും വളയ്ക്കായി നീ വളച്ച എല്ലാ ആൾക്കാരെ തിരിച്ച് വളച്ച് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടാക്കാൻ പോണ് ടോട്ടൊക്കെ എന്തിനു ചെയ്യാൻ പോണ്? ഒന്നും നടക്കാൻ പോലില്ല. ഇങ്ങനെ കണക്ക് കാണിച്ച് കമ്പനിയിൽ ആളില്ല, ആ പൈസ ഉണ്ടാക്കി അങ്ങനെ ഒറ്റയ്ക്ക് മതിയത്. അതായത് നീ അവിടെ കിടന്ന് എത്ര കിടന്ന് കുറച്ച് കഴിഞ്ഞാലും അത്രയും പൈസ ഉണ്ടാക്കാൻ 13,000 പൗണ്ട് കണക്ക് പറയുന്നത്. കൺവേർട്ട് ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ വരും. നീ ഇവിടെ കുഞ്ഞിന് കൊടുത്താൽ പോലും അത് കിട്ടൂല എന്നാണ് ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇങ്ങനെ എത്ര ആയിട്ടല്ല ചെന്നാലും കിട്ടൂല. അതാണ് ലാസ്റ്റ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നതായിരുന്നു ഉണ്ടാക്കും, നീ അവിടെ നിന്ന് കൊണ്ടടിക്കത്തോ? അങ്ങനെ പറയണ്ട. കൊണയടി കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. സ്കാം അക്യൂസേഷൻ ഒക്കെ നടത്തി ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് ജീവിച്ചു പോട്ടു. എന്നാലും അത് ഇത്തിരി കൂടിപ്പോയി കേട്ടോ കിട്ടിയത്. ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ വീഡിയോസ് ഇങ്ങനെ ഈ ഇടയ്ക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫണ്ണി ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി റിപ്ലൈ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണണം. നല്ല പടിയെടുത്ത് എൻ്റെ അന്മിൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്കിറ്റ് തന്നെ നമുക്കായിട്ട് കാഴ്ചവെച്ച അന്മിനെ വളരെ നന്ദി. നിങ്ങൾ കാണിച്ചപ്പോൾ കണ്ട കുന്നാളക്കണക്ക് വെറുതെ സ്ക്രീൻഷോട്ടും ചാറ്റും കാണിക്കാതെ പ്രൂഫ് സഹിതം കാണിച്ചതിന് നിങ്ങൾക്ക് സോ ഇനിയുണ്ടല്ലോ പാർട്ട് 3 ഡോക്ടർ ട്രാക്കിന്റെ. അത് കണ്ട് വേറൊരു വീഡിയോ കൂടെ അന്വിന്റെ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് പത്താവും ഞാൻ പറഞ്ഞാൽ കുറെ കണ്ടന്റുകളായിരിക്കും. അപ്പോ ഇതിന്റെ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇതിൽ ചിരിക്കാനും കുറേ ഉള്ളൂ, വേറൊന്നും ഇല്ല. കാരണം അങ്ങേരക്ക് എതിരെ വന്ന അക്യൂസേഷന് ഫുള്ള് തെളിവ് സഹിതം അങ്ങേര് കാണിച്ച് ഇതൊക്കെ അവന്റെ വെറും താളം വിടലായിരുന്നു, അവന്റെ ഉടായ്പാണെന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോ
ഇതിൽ കൂടെ ഇത് ഇടുന്ന ചിരിക്കുക എന്നുള്ള അല്ലാതെ വേറെ എന്താണ് ഇതിനകത്തുള്ള റിയാക്ഷൻ? വേറെ ഒരു റിയാക്ഷനും ഇല്ല. കാണുക, ചിരിക്കുക, അവന്റെ കളികളെല്ലാം പൊളിഞ്ഞു വന്ന് സന്തോഷിക്കുക. അപ്പോൾ സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. അണ്ടിൽ ദെൻ സീ യു. ബൈ ബൈ.